ക്യാമറ ഇല്ല. മച്ചന്മാരെ നമ്മളിന്നേ മീഡിയ മാർട്ടിലൊന്നും അങ്ങനെയാണ്. ഈ മീഡിയ മാർട്ട് എന്നുള്ളത് ഒരു ഇലക്ട്രോണിക് ഷോപ്പാണ്. പക്ഷെ ഇവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ജർമ്മനിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി ജർമ്മനിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫോൺ സിം എടുക്കേണ്ടി വരും, അതുപോലെ വൈഫൈയുടെ കണക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മീഡിയ മാർട്ടിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതേ ഇതിങ്ങനെ 200 യൂറോൻ്റെ ഒരു കൂപ്പൺ കിട്ടും. ഈ 200 യൂറോൻ്റെ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. പൈസ ആയിട്ട് കിട്ടില്ല, പക്ഷേ നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും മേടിക്കാൻ പറ്റും. ഇത് പക്ഷേ വളരെ ഉപകാരമാണ്. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 200 യൂറോൻ്റെ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാം. ഞാൻ ഓൾറെഡി വൈഫൈ 2 വർഷത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മീഡിയം ആയിട്ട് തന്നെ എടുത്തു. അന്ന് എനിക്കൊരു 200 യൂറോൻ്റെ കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എൻ്റെ വൈഫൈയുടെ കോൺട്രാക്ട് തീർന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് വൈഫൈയുടെ കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ 200 യൂറോൻ്റെ കൂപ്പൺ കിട്ടി. ഇപ്പോൾ ഈ സംഭവം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ പറ്റും. 200 യൂറോ എന്നുള്ളത് നല്ലൊരു വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എന്തായാലും മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്താണ് മേടിക്കാൻ പറ്റുന്നത് കാണിച്ചു തരാം. കമോൺ. ഇത് കണ്ടോ, ഇവിടെ ടെലികോം, വോഡാഫോൺ ഇതൊക്കെ വൈഫൈ റൂട്ടർ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ നമ്മൾ വൈഫൈ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കൂപ്പൺ കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂപ്പൺ. ഓക്കെ, കണ്ടോ, ഇതാണ് ആ മീഡിയ മാർട്ട് എന്ന സ്ഥലം. ഇതുണ്ട് മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇവിടെ മൊത്തം. ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനെ വേണ്ട സകലമായ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഗൈസ്, എൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഒന്നാമത്തെ എയർ ഫ്രയർ, രണ്ടാമത്തെ ഓവൻ, മൂന്നാമത്തെ ഒരു കെറ്റിൽ. ഈ സാധനങ്ങൾ മൂന്നും കൂടെ 200 യൂറോ താഴെ നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ആദ്യം ഈ കോഫി മെഷീൻ ഒക്കെ മേടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ നമുക്ക് ഉപേക്ഷിച്ചോ. എൻ്റെ റേറ്റ് നോക്കി 2399 യൂറോ. പക്ഷെ എൻ്റെ പൊന്നാളിയാ ഒടുക്കത്തെ റേറ്റാണ് ഇവിടെ കോഫി മെഷീൻ. ഇത് ഇത്തിരി കുറവുണ്ട് കേട്ടോ, 799 യൂറോ. ഗൈസ്, ആദ്യത്തെ പർച്ചേസ് നമ്മുടെ ഈ കെറ്റിലെടുത്ത് ഇതാണ് എടുത്തത്. അത് ഈ സാധനം ഇവിടെ ഷോപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ കെറ്റിൽ. ഇതിനകത്ത് ഈ സാധനം കണ്ട ഇത് മറ്റേ ലൈൻ സ്കെയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള സാധനം. ഇവിടുത്തെ ഏറ്റവും വലിയ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മറ്റേ ഈ സാധനം വെച്ചാൽ ഈ ലൈൻ സ്കെയിലിൻ്റെ അകത്തിട്ട് ചൂടാകുമ്പോൾ ഈ ലൈൻ സ്കെയിൽ നമ്മൾ പിടിച്ചു കൊടുക്കാം. ആദ്യത്തെ പർച്ചേസ് നമ്മൾ അടുത്ത് മേടിക്കാൻ പോണത് ഓവനാണ്. ഇനിയിപ്പോൾ ഓവൻ നോക്കട്ടെ കേട്ടാ. ഇതാണ് ഇവിടുത്തെ ഓവൻ സെക്ഷൻ. ഞാനിവിടെ മൊത്തം കറങ്ങിയിട്ട് ഈ ഓവൻ സെക്ഷൻ മാത്രമാണ് വളരെ പരിമിതമായിട്ട് കുറച്ചുള്ളത്. ബാക്കി എല്ലാവരും കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് 2 ലെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 20 ലിറ്റർ, ഇത് 23 ലിറ്റർ. ഇതിനകത്താവുമ്പോൾ 8 പ്രോഗ്രാംസ് ഓട്ടോ ഉണ്ട്. ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ മാത്രം പറ്റുള്ളൂ. ഇതിനകത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് 70 യൂറോ, ഇത് 100 യൂറോ. അപ്പോൾ 30 യൂറോൻ്റെ വ്യത്യാസമുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഇത് സെലക്ട് ചെയ്തു 23 ലിറ്ററിൻ്റെ സാധനം. ഇപ്പോൾ ഏകദേശം 150 യൂറോ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്ത് മേടിക്കാൻ പറ്റും നോക്കാം. കമോൺ, ഞാനേ കോഫി മെഷീൻ മേടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ കോഫി മെഷീന് ഏറ്റവും കുറഞ്ഞത് 200 യൂറോ. അതിന് നമ്മൾ കൂപ്പണും കൂടെ ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ അടുത്തത് എയർ ഫ്രയർ നോക്കാമെന്ന് വിചാരിച്ചു. ഇനി എയർ ഫ്രയർ നോക്കിയിട്ട് വരാം. ഫിലിപ്സിൻ്റെ എയർ ഫ്രയറിന് 203 യൂറോ. എൻ്റെ അമ്മ ഒടുക്കത്തെ റേറ്റ്. ഇതിന് 174 യൂറോ. കേൾക്കാത്ത ബ്രാൻഡൊക്കെ ഉണ്ടാവും. കണ്ടോ, കൊസോരിയ. ഞാനതൊരു കണ്ടിട്ടുള്ളത് ഇത് പണ്ടാവും. സമയത്തിന് വിളിച്ചാവുന്ന വിടാം. ഉറങ്ങിപ്പോയി. അപ്പം നമ്മൾ 2 സാധനങ്ങൾ മേടിച്ചു. ഇനി 3ാമത് സാധനം മേടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം. അടുത്ത എയർ ഫ്രയർ ഇതായിരിക്കണം. ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദോശമാവ്, ബോഷിൻ്റെ ദോശമാവ് വാട്ടർ മെഷീൻ. ആയിട്ട് കണ്ടുപിടിച്ചണ്ട. ഇതാണ് ബോഷിൻ്റെ ദോശമാവ് വാട്ടർ മെഷീൻ. എങ്ങനെയുണ്ട്? അത് മറ്റേ സിലിണ്ടറും കുറ്റി വരിപ്പില്ലേ, നൈസല്ലേ? ഇതുണ്ടോ, ഇത് റൈസ് കുക്കറാ, ഇത് എയർ ഫ്രയറാണ്. മറ്റേ കാർട്ടൂണിസ്റ്റിന്റെ ഒക്കെ പേരില്ലേ, നിഞ്ച മഞ്ച എന്നൊക്കെ പറഞ്ഞ പോലെ സാധനം. ഇത് അടച്ച വെച്ച് ദോശമാവാട്ടാൻ. ഇത് മൊത്തം ആട്ടാണല്ലോ ഇവര് ജർമ്മൻകാർ. ഇത് കിട്ടില്ല മുതലാണ്ടോ. ഐസ്ക്രീം മെഷീൻ ഇതെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ. അത് നിഞ്ചാണ്. ഈ നിഞ്ച എന്നുള്ള കുറെ ബ്രാൻഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ വേറെ ബ്രാൻഡ്, വേറെ മോഡൽ. അത് നിഞ്ച. ഇതും കൂടെ പൊക്കി എയർ ഫ്രയർ. നമ്മ ചിക്കനൊക്കെ വരെ ഇനി എയറിലിട്ട് പൊരിക്കും. എയർ ഫ്രയർ ഫ്രൈ ആവട്ടെ. വാ, ഇതും കൂടി ഇല്ലാന്ന് വേണ്ട. കമോൺ, ലെറ്റ്സ് ഗോ. So €5.90. ഗൈസ്, ഇത്ര സാധനം മേടിച്ചാൽ ആകെ കൂടുതൽ കൊടുത്തത് 5 യൂറോ. ബാക്കി 200 യൂറോ ആ കൂപ്പണിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ടിക്കറ്റ് കൊണ്ടുപോകും. കാരണം ഇവിടെ ഓട്ടോ ഒന്നും വിളിക്കാൻ പറ്റില്ല, കൊടുക്കുന്ന കാശാണ്. ഇവിടെ ഓട്ടോ ഇല്ല, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ബസ്സിൽ തന്നെ പോകേണ്ടി വരും.